NDA കേരളത്തിൽ അധികാരത്തിൽ വന്നാലേ കേരളത്തിന് കേന്ദ്ര സർക്കാർ പദ്ധതികൾ തരൂ എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഇതുവരെ കേന്ദ്രം തന്ന പദ്ധതികൾ കേരളം നടപ്പാക്കിയോ എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള BJP അധ്യക്ഷന്റെ പ്രതികരണം വല്ലാത്ത ന്യായീകരണമായി പോയി. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. മുഖ്യമന്ത്രിയോട് നിങ്ങൾ തന്നെ പോയി പറയൂ, ഞങ്ങളുടെ ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആരാണ് ഇവിടെ ഈ നാട്ടിൽ ശരിക്കും വർക്ക് ചെയ്യുന്നതും ആരാണ് ചെയ്യാത്തത്? നമ്മൾ അതിന് ചർച്ച ചെയ്യണം. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിനെ പറ്റി രാജീവ് ചന്ദ്രശേഖറിന്റെ വിശദീകരണം ഇങ്ങനെ: എയിംസിനെ പറ്റി പറഞ്ഞ് വിവാദത്തിലാകാൻ തനിക്ക് താല്പര്യമില്ല. സംസ്ഥാന സർക്കാർ സ്ഥലം പൂർണ്ണമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ സംസാരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വിവാദത്തിൽ കയറാൻ എനിക്കൊരു ആഗ്രഹമില്ല. നിങ്ങൾ എന്ത് ടെംപ്റ്റേഷൻ ചെയ്താലും എനിക്ക് ഒരു ആഗ്രഹമില്ല. എയിംസിൻ്റെ കുറിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലാൻഡ് അക്വിസിഷൻ കാലിക്കറ്റിൽ ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പകുതിയിൽ കൂടുതൽ ലാൻഡ് ഇതുവരെ അക്വയർ ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. അത് ചെയ്യട്ടെ, ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. BJP അധ്യക്ഷന്റെ ഈ പ്രതികരണങ്ങൾക്ക് വിശദീകരണം തേടിയ മാധ്യമപ്രവർത്തകരോട് തന്റെ പൊട്ട മലയാളം മനസ്സിലാകുന്നില്ലേ എന്നാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത്. സ്കൂൾ കെട്ടിടം നന്നാക്കാത്ത സംസ്ഥാന സർക്കാർ അതിവേഗ റെയിൽവേ പദ്ധതി ഉൾപ്പെടെ വൻ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കുമെന്നും കേരളത്തോടുള്ള കേന്ദ്ര ബജറ്റിലെ അവഗണനയെ ന്യായീകരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ല എന്നാണ്, എൻ്റെ പൊട്ട മലയാളം മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ റാപ്പിഡ് റെയിൽവേ ആണോ, ഹൈവേ ആണോ, എയിംസ് ആണോ, PM ആയുഷ്മാൻ ആണോ, PM ആവാസ് ആണോ, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെലവ് ചെയ്യാൻ കഴിയണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കാശുണ്ടാവണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാലോ, അതിന് കാശ് വേണ്ടേ, ഇൻവെസ്റ്റ്മെൻറ്റ് റിസോഴ്സസ് വേണ്ടേ? ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ? AKG സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരാൻ പോകണോ? ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല, കുടിവെള്ള കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ കാശില്ല, പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂള് 75% സ്കൂള് സേഫാക്കാൻ കാശില്ല. എന്നിട്ടാണ് റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത്. ആരെയാണിത് പറ്റിക്കുന്നത്? ചന്തു ചന്ദ്രശേഖറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. ചന്തു, എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ ന്യായീകരണവും വിശദീകരണവും ഒക്കെ ഈ തരത്തിൽ ആണ് എന്നുള്ളതാണ്. അതിൽ പരോക്ഷമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് NDA വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ മുഖം നോക്കി ഏത് സർക്കാരാണ് ഭരിക്കുന്നത് അവർക്ക് ഇത്തരത്തിൽ കൂടുതൽ വാരിക്കോരി കൊടുക്കാം എന്നാണ് പറയുന്നത് എന്നാണോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്? അതോ ഇപ്പോൾ കേരളത്തിലെ BJP പോലും കേരളത്തിനെ ഇത്രമാത്രം അവഗണിക്കും എന്നൊരു പ്രതീക്ഷ കേരളത്തിലെ BJPക്ക് പോലും ഇല്ലാത്തതിന്റെ പുറത്താണോ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? സ്വാതി, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് വലിയ ആഘോഷമാക്കിയാണ് ഇന്ന് BJP അവതരിപ്പിച്ചത്. BJP സംസ്ഥാന കാര്യാലയത്തിൽ പ്രത്യേക ടെലിവിഷൻ വച്ച് ഈ ബഡ്ജറ്റ് സമ്മേളനം ലൈവായി തന്നെ പ്രദർശിപ്പിച്ചു. ആ ലൈവ് പ്രദർശനം ദേശീയ സെക്രട്ടറി വിനോദ് താവ്ഡെ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ മന്ത്രിയും സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന V മുരളീധരൻ, മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് സമ്മേളനം ലൈവായി തന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ കേരളം പ്രതീക്ഷിച്ച യാതൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിനപ്പുറത്ത് കേരളത്തിലെ ജനങ്ങളും കേരളവും പ്രതീക്ഷിച്ചതിനേക്കാൾ BJP ഇതിൽ വലിയൊരു പ്രതീക്ഷ വച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യവും BJPക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും BJP അത്തരത്തിലൊരു പ്രതീക്ഷ വച്ചിരുന്നു. അത്തരം ഒരു പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ന്യായീകരിക്കുന്നത്
സംസ്ഥാനം ഇതിനു മുൻപ് കേന്ദ്രം അനുവദിച്ച പദ്ധതികളൊന്നും കൃത്യമായി നടപ്പാക്കിയിട്ടില്ല. ആ പദ്ധതികൾ ആദ്യം നടപ്പാക്കട്ടെ എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജനയും ജലജീവൻ മിഷനും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രത്യേകമായി പറയുന്നത്. മാത്രമല്ല ഈ എയിംസിന്റെ കാര്യം, എയിംസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ ആവശ്യമാണ്. എയിംസിന് സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ടില്ല എന്നതായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്, കോഴിക്കോട് കിനാനൂരിൽ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പൂർണ്ണമായി ഏറ്റെടുത്തിട്ടില്ല എന്ന് വാദിക്കുകയായിരുന്നു. അത് ഒരു ദുർബല വാദം ഉയർത്തിയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഇന്നത്തെ പ്രതികരണം. മാത്രമല്ല ഈ വലിയ തരത്തിൽ ടെലിവിഷൻ സംവിധാനവും ഒക്കെ വെച്ച് ലൈവായി തന്നെ ഈ ബജറ്റ് പൂർണ്ണമായും കണ്ടതിന് ശേഷം ആദ്യം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. കാരണം ഇത് ഏത് തരത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നൊരു ആശയക്കുഴപ്പം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കേരളത്തിന് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇവിടെ കേന്ദ്രം തന്നു എന്ന തരത്തിൽ സംസ്ഥാന BJPക്ക് അവതരിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം വാദങ്ങൾ ഉയർത്തി ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല NDA കേരളത്തിൽ അധികാരത്തിൽ വരട്ടെ, വികസനം നടപ്പാക്കാൻ കഴിയുന്ന പാർട്ടി NDA ആണ്, അപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്താമെന്ന അഴകുഴമ്പൻ ന്യായങ്ങളൊക്കെയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. പ്രധാനമായും വലിയ പ്രതീക്ഷ ഇവിടെ BJPക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം BJPയുടെ ഭരണസമിതി തിരുവനന്തപുരം മേയറായി വന്നു. അപ്പോൾ പ്രധാനമന്ത്രി വന്നതിന് ശേഷം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അപ്പോൾ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ ബജറ്റിലെങ്കിലും അത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷ വച്ചിരുന്നു. കാരണം വിഴിഞ്ഞം തുറമുഖവും അതുമായി ബന്ധപ്പെട്ട കോറിഡോർ, അതായത് റോഡ് റെയിൽ ഗതാഗതം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കണക്ടിവിറ്റിയൊക്കെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ BJPക്കും ഉണ്ടായിരുന്നു. അത് ഉണ്ടായില്ല. എന്തായാലും വമ്പൻ പ്രഖ്യാപനങ്ങളുടെ ഇടയിൽ കേരളത്തെ ഒട്ടും പരിഗണിച്ചില്ല എന്നൊരു അഭിപ്രായം BJPക്കും തോന്നിയിട്ടുണ്ടാകാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന സമീപനം, ദുർബല വാദങ്ങൾ ഉയർത്തി അതിനെ പ്രതിരോധിക്കുക മാത്രമാണ്. അത് തന്നെയാണ്, ഇതിനെ ദുർബല വാദങ്ങൾ ഉയർത്തി ഈ ഒരു വിഷയത്തെ സാധൂകരിക്കുന്നു, ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, ഇപ്പോൾ എയറിലായിരിക്കുന്നത് സുരേഷ് ഗോപി ആണ് എന്നുള്ളതാണ് സത്യം. എയിംസ് ആലപ്പുഴയിൽ വരും, തൃശ്ശൂരിൽ വരും എന്നെല്ലാം പറഞ്ഞ് മലയാളിയെ പറ്റിച്ചതിന് ഇങ്ങനെയൊന്നും തള്ളരുതായിരുന്നു ഗോപി എണ്ണ. എയിംസ് എവിടെ എന്ന് ആളുടെ സിനിമാ ഡയലോഗ് ടോണിൽ തന്നെ ചോദിക്കുന്നുണ്ട് ട്രോളന്മാർ. ഇപ്പോൾ ഒന്ന് ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ആ ട്രോളുകളൊക്കെ ഇങ്ങനെ വന്ന് നിറയുകയാണ് നമ്മുടെ വാളുകളിൽ എന്നുള്ളതാണ്.